അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അക്ഷരങ്ങളുടെ മഖ്റജുകൾ, അതിലെ തൊണ്ടയിലുള്ള മഖ്റജുകളും അതിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്നത് അഖ്സൽ ലിസാൻ, നാവിന്റെ അങ്ങേ അറ്റം, അതായത് തൊണ്ടയോട് അടുത്ത അറ്റം, നാവിന്റെ തുടക്ക ഭാഗം. അഖ്സൽ ഹൽഖ്, അവിടെ നിന്ന് വരുന്ന അക്ഷരങ്ങൾ, രണ്ടക്ഷരങ്ങളാണ് അവിടെ നിന്ന് വരുന്നത്. ഖാഫ്, കാഫ്. ഖാഫ് എന്ന് പറയുമ്പോൾ നാവിന്റെ മുരട്, നാവിന്റെ തുടക്കം, നാവിന്റെ അങ്ങേ അറ്റം നേരെ മുകളിലുള്ള അണ്ണാക്കിനോട് ചേർത്തുകൊണ്ടാണ് ഖ പറയേണ്ടത്. അവിടെ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട്, കൂടുതലൊന്നും വേണ്ട, ഒരൽപ്പം മുമ്പോട്ട് എത്തിച്ചുകൊണ്ടാണ് ക എന്ന് പറയുന്നത്. ഖ, ക, ഖ, ക. ഈ രണ്ട് ഉച്ചാരണങ്ങളും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ക, അത് പൊതുവെ നമുക്ക് പറയാൻ പറ്റും, അതിന്റെ സിഫത്തുകൾ മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അതേസമയത്ത് ഖ എന്ന ഉച്ചാരണം, അത് പല ആളുകൾക്കും ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ട് ഖാഫ് നന്നായി പറഞ്ഞു ശീലിക്കുക തന്നെ വേണം. ഖ ശ്രദ്ധിക്കുക, നാവിന്റെ അങ്ങേ അറ്റം മേലെ അണ്ണാക്കിനോട് ചേർത്തുകൊണ്ടാണ് ഖ പറയുന്നത്. അതിന്റെ തൊട്ടു ഇപ്പുറത്ത് വെച്ചാണ് ഖ പറയുന്നത്. ഖാഫിനുള്ള വിശേഷണങ്ങൾ: ജഹർ, ഷിദ്ദത്ത്, ഇൻഫിതാഹ്, ഇസ്തിഅലാ, ഖൽഖലത്ത്. പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ജഹർ. ജഹർ എന്ന് പറഞ്ഞാൽ അക്ഷരം ഉച്ചരിക്കുമ്പോൾ തീരെ ശ്വാസം പുറത്തേക്ക് പോകാത്തത്, കാറ്റ് പുറത്തേക്ക് പോകാത്തത്. ഖ, ഖ എന്ന് പറയുമ്പോൾ തീരെ നമ്മുടെ ശ്വാസം പുറത്തേക്ക് പോകുന്നില്ല. ഖ നന്നായി പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഖാഫ് ഉച്ചരിക്കേണ്ടത്. ഖ. അതേസമയത്ത് ഖ എന്ന് പറഞ്ഞു നോക്കൂ. ഖ, ഖ, ഖ എന്ന് പറയുമ്പോൾ ഒരൽപ്പം കാറ്റ് പുറത്തേക്ക് പോകുന്നുണ്ട്, ശ്വാസം പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. ഖാഫ് അത് ജഹറാണ്. അതേസമയത്ത് കാഫ് അതിന് ഹംസ് എന്നാണ് പറയുക, അതായത് ഉച്ചരിക്കുമ്പോൾ കാറ്റ് പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ രണ്ട് വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖാഫും കാഫും രണ്ടും ഷിദ്ദത്ത്, രണ്ടിനും ഷിദ്ദത്തുണ്ട്. അതായത് ഉച്ചരിക്കുന്ന സമയത്ത് ശബ്ദം നീളുകയില്ല. ഖ, ഖ എന്ന് പറഞ്ഞാൽ ശബ്ദവടം മുറിയാണ്. അതുപോലെ ക, അത് ഉച്ചരിക്കുമ്പോൾ ശബ്ദം നീളുന്നില്ല. അഖ്, അഖ്. പിന്നെയുള്ളത് ഇസ്തിഅല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിശേഷണം, ഖാഫിന് ഇസ്തിഅല ഉണ്ട്, കാഫിന് ഇസ്തിഫലാണുള്ളത്. ഇസ്തിഅല എന്ന് പറഞ്ഞാൽ വായ മുഴുവനും ആകുന്ന രൂപത്തിൽ മുഴക്കി ഉച്ചരിക്കണം. ഖ, ഖ. അതേസമയത്ത് കാഫ് പറയുമ്പോൾ കോ എന്ന് പറയില്ല, ക, ഖ, ക, ഖ, ക. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് ഉച്ചരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഖാഫിന് ഇസ്തിഅല ഉണ്ട്, അതായത് നാവ് മുകളിലേക്ക് ഉയർന്നുകൊണ്ടാണ്, ഒരൽപ്പം വളഞ്ഞുകൊണ്ട് മുകളിലേക്ക് ഉയരുമ്പോഴാണ് ഇസ്തിഅല വരുന്നത്. അതേസമയത്ത് ഇസ്തിഫാൽ, ക എന്ന് പറയുമ്പോൾ നാവ് തീരെ ഉയരുന്നില്ല, നാവ് താഴോട്ടാണ് വരുന്നത്. അപ്പോ ഇസ്തിഅല എന്ന വിശേഷണം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഖാഫിന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിശേഷണം ഖൽഖലത്താണ്. അതായത് മറ്റക്ഷരങ്ങൾ പറയുന്നത് പോലെ ഖാഫ് നമ്മൾ പറയില്ല. വസ്വാസ് എന്ന് പറയുമ്പോൾ വസ്വാസ് എന്നുള്ള ആ രൂപത്തിലാണ് നമ്മൾ അവിടെ വെച്ചത്. അതേസമയത്ത് ഖാഫിന്റെ മോൾ നമ്മൾ നിർത്തുമ്പോൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ആ രൂപത്തിലാണ് നമ്മൾ നിർത്തുക. അതിന് ഖൽഖലത്ത് എന്നാണ് പറയുക. അക്ഷരത്തിൽ പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നിർത്തുന്നത്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് പറയാൻ പറ്റൂല, ഫലഖ് എന്ന് മുറിച്ച് പറയണം. അതേസമയത്ത് റബ്ബിന്നാസ്, മലിക്കിന്നാസ്, കണ്ടോ അവിടെ ഈ ഒരു വിശേഷണം നമുക്ക് വരുന്നില്ല. മലിക്കിന്നാസ്, ഇലാഹിന്നാസ് അങ്ങനെ മുറിച്ച് പറയില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, മിൻ ശർരി മാ ഖലഖ്, ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. അതിലുള്ള എല്ലാ ആയത്തുകളുടെയും അവസാനം വരുന്ന അക്ഷരങ്ങൾ ഖൽഖലത്ത് ചെയ്തുകൊണ്ടാണ് അവിടെ നമ്മൾ മുറിച്ച് വായിക്കുകയാണ് ചെയ്യുന്നത്.
അതേസമയത്ത് നമ്മൾ കാഫ് ഉച്ചരിക്കുമ്പോൾ അതിന് ഈ കൽക്കലത്ത് എന്ന വിശേഷണം ഇല്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച സൂറത്തുൽ ഇൻഷിറാഹ്, അലം നശ്റഹ് ലക സദ്റക്, സദ്റക് എന്ന് മുറിച്ച് പറയരുത്. അലം നശ്റഹ് ലക സദ്റക് വവദഅനാ അൻക വിസ്റക് അല്ലദീ അൻഖദ ളഹ്റക് വറഫഅനാ ലക ദിക്റക്. ഈ രൂപത്തിലാണ് നമ്മളവിടെ ഖാഫും കാഫും ഉച്ചരിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഖാഫിന് പകരം പലരും കാഫ് പറയും, അതേപോലെ നേരെ തിരിച്ചും പറയും. കാഫ് പറയേണ്ടടുത്ത് കാഫ് പറയുക, കാഫ് പറയേണ്ടടുത്ത് ഖാഫ് പറയുക, തിരിച്ചും മറിച്ചും പറയുക. ഇത് രണ്ടും തെറ്റാണ്. അക്ഷരം വളരെ കൃത്യമായി മനസ്സിലാക്കി, ഖാഫ് ആണെങ്കിൽ ഇവിടെ ഖാഫ് തന്നെ മൊഴിയണം, കാഫ് ആണെങ്കിൽ കാഫ് തന്നെ ഉച്ചരിക്കണം. ഖാല അവിടെ കാല എന്ന് പറയാൻ പറ്റൂല. അക്ബർ അവിടെ അക്ബർ എന്ന് പറഞ്ഞുകൂടാ. മാലികി യൗമിദ്ദീൻ അവിടെ മാലിഖി എന്ന് പറയാൻ പറ്റൂല. അതുപോലെ ഇയ്യാക നഅ്ബുദു ഇയ്യാക നഅ്ബുദു എന്ന് പറയാൻ പറ്റൂല. അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ചില ആളുകള് കാഫിന് പകരം ഗ പറഞ്ഞു പോകും. കാഫിന് പകരം ഗ, ഇൻകുന്തും എന്ന് പറയേണ്ടത് ഇൻകുന്തും. അങ്ങനെ ഗ ഉച്ചരിക്കരുത്. ക എന്നതിന് ക എന്ന് തന്നെ പറയണം. അതായത് പിന്നെ മലയാളത്തില് നമ്മൾ ഈ കാഫ് വരുമ്പോ അത് പലപ്പോഴും ലോപിക്കാറുണ്ട്. അതേസമയത്ത് അറബിയിലത് ആ കാഫ് ലോപിക്കുകയില്ല. ഉദാഹരണം പറഞ്ഞാൽ കല തുടക്കത്തിൽ വരുമ്പോൾ ക എന്ന് വായിക്കുന്നു. അതേസമയത്ത് നമ്മൾ പലക എന്ന് വായിക്കുമ്പോൾ പലക എന്നാണ് എഴുതുക, പക്ഷെ പലക എന്നാണ് വായിക്കുക. ഈ കാഫിനും തായിനും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ത വായിക്കുമ്പോൾ തല തുടക്കത്തിലാണെങ്കിൽ ത എന്ന് വായിക്കും, തല. നേരെ തിരിച്ചിട്ട് ലത എന്ന് വായിക്കുമ്പോൾ ലത എന്നാണ് എഴുതുക, പക്ഷെ ലത എന്നാണ് വായിക്കുക. അപ്പൊ ഇങ്ങനെ അക്ഷരം ലോപിക്കുന്ന ഒരു സ്വഭാവം മലയാളത്തിലുണ്ട്. എന്നാൽ ഇവിടെ ഈ കാഫും അതുപോലെ താവും ഇതൊന്നും അറബിയിലുള്ള കാഫും താവും യോജിക്കുകയില്ല. അന്തും മിങ്കും അങ്ങനെ തന്നെ പറയണം. അന്തും എന്ന് വായിക്കരുത്. ഇന്നക അന്തൽ അങ്ങനെ വായിക്കാൻ പാടില്ല. അന്ത അതുപോലെ മിങ്ക ആ കാഫ് കാഫായിട്ട് തന്നെ ആയിട്ട് തന്നെ ഉച്ചരിക്കണം. അത് ലോപിച്ചു പോകരുത്, ഗായിലേക്ക് പോകരുത്. അതുപോലെ ശ്രദ്ധിക്കേണ്ടത് കാഫിന്റെ ഒരു വിശേഷണമാണ് ഹംസ്. അതായത് ഈ അക്ഷരം ഉച്ചരിക്കുമ്പോൾ ശ്വാസം കാറ്റ് പുറത്തേക്ക് പോകണം. അപ്പോ ആ രൂപത്തിലല്ലാതെ കാഫ് പറഞ്ഞാൽ അത് ശരിയാകില്ല. അക്മൽതു എന്ന് വായിക്കാൻ പറ്റൂല. അല്ലാഹു അക്ബർ അല്ല, അക്ബർ. ആ ഒരു കാഫിന്റെ ഉച്ചാരണത്തിൽ ചെറിയ ഒരൽപ്പം ശ്വാസം പുറത്തേക്ക് പോകണം. ആ രൂപത്തിൽ പറഞ്ഞാലേ കാഫ് ആവുകയുള്ളൂ. അക്ബർ, അല്ലാഹു അക്ബർ. അലം നശ്റഹ് ലക സദ്റക്, സദ്റക് വവദഅനാ അൻക വിസ്റക്. അങ്ങനെ ചെറിയ ഒരൽപ്പം കാറ്റ് പുറത്തേക്ക് പോകണം. അപ്പോഴേ നമ്മൾ അത് കാഫായി മാറുകയുള്ളൂ. അതുപോലെ ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന സ്ഥലങ്ങളിൽ, കാഫും കാഫും രണ്ടും ഒരുമിച്ച് വരുന്ന സ്ഥലങ്ങളിൽ അവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധയോടുകൂടെ ഉച്ചരിക്കണം. ഉദാഹരണം പറഞ്ഞാൽ വമൻ യുശാഖിഖിർ റസൂല, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. വമൻ യുശാഖിഖി രണ്ട് ഖാഫ് ഒരുമിച്ച് വന്നു. ഫലമ്മാ അഫാഖ ഖാല, ഫലമ്മാ അഫാഖ ഖാല. ആ രണ്ട് ഖാഫും ശ്രദ്ധിച്ച് നമ്മൾ വായിക്കണം. ഹഖ്ഖ ഖദ്രി, ഹഖ്ഖ ഖദ്രി രണ്ട് ഖാഫ് ഒരുമിച്ച് വരുന്നു. അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വായിക്കണം. അതേപോലെ തന്നെ രണ്ട് കാഫ് ഒരുമിച്ച് വരുന്ന സ്ഥലങ്ങളുണ്ട്. തറകൂക ഖായിമ, തറകൂക, തറകൂക ഖായിമ കൈ നുസബ്ബിഹക കസീറ, കൈ നുസബ്ബിഹക കസീറ വനദ്കുറക കസീറ, വനദ്കുറക കസീറ ഇന്നക കുൻത ബിനാ ബസീറ. ഇതേപോലെ രണ്ട് കാഫ് ഒരുമിച്ച് വരുന്ന സ്ഥലം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങളാണ്. അതുപോലെ ചിലപ്പോൾ കാഫും കാഫും രണ്ടും ഒരുമിച്ച് വരുന്ന സ്ഥലങ്ങളുണ്ടാവും. അത്തരം സ്ഥലങ്ങളിലും നമ്മളൊന്ന് ശ്രദ്ധിച്ച് വായിക്കേണ്ടതുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ
وتركوك قائما وتركوك قائما قل كل من عند الله قل كل من عند الله يرزقكم രണ്ടും ഒരേപോലെ, രണ്ടും കാഫായിട്ട് ഉച്ചരിക്കരുത്, അതേപോലെ രണ്ടും കാഫായിട്ടും ഉച്ചരിക്കരുത്. യർസുഖുക്കും അല്ല, യർസുഖുക്കും അങ്ങനെയും അല്ല, യർസുഖുക്കും. എന്നാൽ അലം നഖ്ലുഖുക്കും എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഈ കാഫിനെ കാഫിലേക്ക് പൂർണ്ണമായും ചേർത്തുകൊണ്ട്, ഇദ്ഗാം എന്നാണ് പറയുക, അങ്ങനെ പൂർണ്ണമായും ചേർത്തുകൊണ്ടാണ് വായിക്കേണ്ടത്. അവിടെ നമ്മൾ കാഫ് തീരെ ഉച്ചരിക്കൂല. നമ്മൾ ഓതുന്ന സമയത്ത് കാഫ് അവിടെ നമ്മൾ തീരെ വായിക്കൂല. അലം നഖ്ലുഖുക്കും മിൻ മാഇൻ മഹീൻ. അലം നഖ്ലുഖുക്കും ഉണ്ടോ, അവിടെ നമ്മൾ കാഫ് വായിക്കുന്നില്ല. അലം നഖ്ലുഖുക്കും മിൻ മാഇൻ മഹീൻ. അവിടെ കാഫിനെ കാഫിലേക്ക് ഇദ്ഗാം ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ നിലയിൽ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ വിശുദ്ധ ഖുർആൻ ആശയങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിലൂടെ ജീവിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട്, വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഖൈറാക്കി തരുമാറാകട്ടെ. വിഷമകരമാകുന്ന, പ്രയാസകരമാകുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളെ, അതുപോലെ നമ്മെ സ്നേഹിക്കുന്നവർ, നാം സ്നേഹിക്കുന്നവർ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.